Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ നോട്ട് 12 സീരീസിലെ ഇൻഫിനിക്സ് നോട്ട് 12 ആണ്. അപ്പോൾ ഈ സീരീസിൽ രണ്ട് ഫോൺസ് ആണ് വരുന്നത്, ഇൻഫിനിക്സ് നോട്ട് 12ഉം ഇൻഫിനിക്സ് നോട്ട് 12 ടർബോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബേസ് ആയ ഇൻഫിനിക്സ് നോട്ട് 12 ആണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ ഡിവൈസ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ബോക്സ് പാക്കേജ് ഒരു സ്പെഷ്യൽ എഡിഷനാണ്. ഇത് റീറ്റെയിൽ ബോക്സ് അല്ല, റിവ്യൂവേഴ്സ് ബോക്സ് ആണ്. ഇത് നോട്ട് സീരീസിന് അവർ ഡോക്ടർ സ്ട്രേഞ്ച് മാർവൽ സീരീസായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഇറക്കിയിരിക്കുന്നത്. ആ ബോക്സാണ് നമ്മൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഇട്ടിരിക്കുന്ന ഹ്യൂജ് ബോക്സ്. ഇൻഫിനിക്സ് നോട്ട് 12 സീരീസ് മാർവൽ സ്റ്റുഡിയോ ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. ഇത് ലേറ്റസ്റ്റ് മൂവി നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സിലെ ആസ്പദമാക്കിയുള്ള ഒരു ബോക്സ് പാക്കേജാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറക്കാം. ഇത് തുറന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതേപോലെ തന്നെ ഇൻഫിനിക്സ് നോട്ട് 12ൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം തുറക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന സ്പെഷ്യൽ ബോക്സ്. ഇൻഫിനിക്സ് നോട്ട് 12 സീരീസ് എഴുതിയാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൻ്റെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ മൂവി ആയിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇറക്കിയ ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറേ ഐറ്റംസ് ആണ്. എല്ലാം തന്നെ ബ്രാൻഡഡ് ആണ്. അതായത് മാർവൽ സ്റ്റുഡിയോസ് ബ്രാൻഡഡ് ആയിട്ട് ഇറക്കിയത്. അതൊരു ടീഷർട്ടാണ്. ഇത് ആക്ച്വലി കണ്ടില്ലേ, ഒരു ടീഷർട്ടാണ്, മീഡിയം സൈസ്, നല്ലൊരു മെറ്റീരിയൽ ടീഷർട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഒരു കീ ചെയിനാണ്. ദൈ ഓഫ് അഗമോട്ടോൻ്റെ ഒരു കീ ചെയിനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു കീ ചെയിനാണ്. ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് കാണാം നമുക്കിവിടെ. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻഫിനിക്സ് ബ്രാൻഡിങ് കാണാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഡോഗ് കീസാണ്. ഇത് പ്രോബ്ലി കൈൻഡ് ഓഫ് നെക്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുണ്ടല്ലേ, ഇതും ഡോക്ടർ സ്ട്രേഞ്ച് മാർവലായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇറക്കിയതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡാണ്. കണ്ടില്ലേ, നമുക്ക് ഒട്ടിക്കാം. ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഹോൾഡറായിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ആക്ച്വലി ഞാൻ എടുക്കുന്നില്ല, ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കേസ് ഉണ്ട്, സ്പെഷ്യൽ കേസാണ്. നമുക്ക് ഈ കേസിൻ്റെ ഇതൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇതൊരു സ്പെഷ്യൽ കേസാണ്. അല്ലേ, മാർവൽ സ്റ്റുഡിയോ ബ്രാൻഡഡ് കേസാണ്. ഇൻഫിനിക്സ് നോട്ട് 12നുള്ള നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. ഒരു TPU കേസാണ്, കുറച്ചുകൂടെ നല്ല സ്റ്റേഡി കേസാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഫിലിമിൻ്റെ ഇത് കാണാം, പടം കാണാം. പിന്നെ നമുക്ക് കട്ടൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് കേസ്. ഇനി ബാക്കി നമുക്ക് വരുന്നത് ഫോണാണ്. അപ്പോൾ ഇതാണ്, ഇതുണ്ടല്ലേ, ഇൻഫിനിക്സ് നോട്ട് 12 സീരീസ്. ഇതാണ് ഡിവൈസ്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോസ്റ്ററും ഇവിടെ ഉണ്ട്, ബാക്കി ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ മീഡിയ കിറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി റീറ്റെയിൽ ബോക്സ് അല്ല കേട്ടോ, മീഡിയ കിറ്റാണ്. ഇതാണ് ഫോണിൻ്റെ ബോക്സ്. അപ്പോൾ ബാക്കി ഫോണിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആക്ച്വൽ ബോക്സ് പാക്കേജ്. ഇൻഫിനിക്സ് നോട്ട് 12 എഴുതിയത് കാണാം. ബോക്സിൻ്റെ ബാക്കിൽ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഫുൾ HD+ AMOLED ഡിസ്പ്ലേയാണ്, ട്രൂ കളർ AMOLED ഡിസ്പ്ലേയാണ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G88 പ്രോസസ്സറാണ് വരുന്നത്. ഹീലിയോ G96 ആണ് ഇൻഫിനിക്സ് നോട്ട് 12 ടർബോയിലുള്ളത്. ഇതിൽ 6GB റാമാണ് വരുന്നത്, 5GB വെർച്വൽ റാം ഇൻക്ലൂഡറാണ്. അതേപോലെ 33 വാട്ട് സൂപ്പർ ചാർജ്, 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയൻ്റ് ആണുള്ളത്. 4+164GB സ്റ്റോറേജ്, 4+64ന് 11,999, 6+128ന് 12,999 വരുന്നത്. ഇതാണ് രണ്ട് പ്രൈസിങ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേഗം തന്നെ തുറക്കാം. ബോക്സ് തുറന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതാണ് ബോക്സ്. അപ്പോൾ നമ്മൾ തുറക്കാം. അപ്പോൾ ഇത് മാറ്റുമ്പോൾ നമുക്ക് ആക്ച്വൽ ഇൻഫിനിക്സിൻ്റെ നോട്ട് 12ൻ്റെ ബോക്സ് കാണാം. AMOLED ഡിസ്പ്ലേ, 33 വാട്ട് ചാർജിങ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 50 MP ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഡ്യുവൽ സ്പീക്കേഴ്സാണ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അപ്പോൾ ബാക്കി ഇത്രയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോണാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ബ്ലൂ കളറും വേറെ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ഇതാണ് 33 വാട്ട് അഡാപ്റ്റർ. ഇത് 11 വോൾട്ട് 3 ആംപിയർ മാക്സിമം, 33 വാട്ട് അല്ല, ഐ മീൻ ഇൻഫാക്ട് 10 വോൾട്ട് 3.3 ആംപിയർ 33 വാട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് മാക്സ് ചാർജിങ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് വേറൊരു കേസും കൂടെ ഉണ്ട്. ഇത് സ്റ്റാൻഡേർഡ് കേസാണ്. ഇതല്ലേ, സ്റ്റാൻഡേർഡ് ഇൻഫിനിക്സ് കേസാണ്. ഇൻഫിനിക്സ് നൗ എന്ന് എഴുതിയ സ്റ്റാൻഡേർഡ് കേസാണ്. പിന്നെ നമുക്ക് കുറച്ച് മാനുവൽ വാറൻറ്റി ഇൻഫർമേഷനാണ്. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റർ പിന്നും കാണാം. ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ.
ഇതിനകത്ത് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് കണ്ടില്ലേ, മൂവീനെ ആസ്പദമാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബാക്കി ഇത്ര തന്നെ ഇൻക്ലൂഡ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 12. അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ ഇതിൻ്റെ ഡിവൈസിൻ്റെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഡിസൈൻ നോക്കാം. ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ഫ്ലാറ്റ് പാനലാണ്. ഇവിടെ കുറച്ചുകൂടി ഗ്ലോസി ഫിനിഷാണ്, ഇവിടെ കുറച്ച് മാറ്റ് ഫിനിഷാണ്. സൈഡിൽ പവർ ആൻഡ് വോളിയം ബട്ടൺസ് ആണ്. പവർ ബട്ടൺ തന്നെയാണ്, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. മുകൾ ഭാഗത്ത് ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെയില്ല. താഴെ നമുക്ക് USB Type-C പോർട്ടും 3.5 മെമ്മറി ജാക്ക് സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഈ സിം ട്രേയിൽ ട്രിപ്പിൾ സ്ലോട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 50 മെഗാപിക്സൽ പ്രൈമറി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡെപ്ത് സെൻസർ, ഒരു മോണോ സെൻസറുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല ഇതിനകത്ത്. അതേപോലെ സെൽഫി ക്യാമറ ഒരു ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്, പഞ്ച് ഹോളല്ല ആക്ച്വലി. ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ പറയാം. അപ്പോൾ ഡിസൈനിൽ ആക്ച്വലി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നല്ല ഒരു ഇൻഹാൻഡ് ഫീലൊക്കെയാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. അത് നല്ല ഫീച്ചറാണ് ഡെഫിനറ്റ്ലി. നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ ഡീറ്റെയിൽസ് കാണാം. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ്, അതായത് 60 Hz റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. 90 Hz അല്ലെങ്കിൽ കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നില്ല. AMOLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ പറയുന്നത് നല്ല ടച്ച് റെസ്പോൺസും നല്ലൊരു ക്വാളിറ്റി ഓപ്ഷൻസ് ആണ് വരുന്നത്. പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ്. നല്ല ടച്ച് റെസ്പോൺസാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടച്ച് റെസ്പോൺസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളേഴ്സും നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആയിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇൻഫിനിക്സിൻ്റെ കസ്റ്റം UI ആണ് വരുന്നത്. ഇതിൻ്റെ പേരാണ് XOS. അപ്പം ഐഫോൺ എടുത്ത് നമുക്ക് കാണാം ഇൻഫിനിക്സ് നോട്ട് 12 XOS ആണ് ഇതിൻ്റെ ഫീച്ചർ, OS. അപ്പോൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് 11 ഉള്ളൂ. അത് ഡെഫിനറ്റ്ലി ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. കാരണം ഇൻഫിനിക്സ് നോട്ട് 12 ടർബോയിൽ ആൻഡ്രോയിഡ് 12 കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുക്കാമെങ്കിൽ ഇതിലും ഡെഫിനറ്റ്ലി കൊടുക്കുക. അത് ഡെഫിനറ്റ്ലി ഇതിലൊരു പോരായ്മയായിട്ട് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം രണ്ട് ഫോണിൽ ഇറങ്ങിയിട്ട് അതിൽ ഒരു ഫോണിൽ 12ഉം ഒരു ഫോണിൽ 11ഉം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു മോശമായ ഫീച്ചറായിട്ട് ഞാൻ പറയുള്ളൂ. കാരണം ആൻഡ്രോയിഡ് 12 ഓൾറെഡി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി അത് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഹീലിയോ G88 ആണ് വരുന്നത്. ട്രിപ്പിൾ 50 മെഗാപിക്സൽ ക്യാമറയാണ്. 6+3 GB റാമാണ് വരുന്നത്. 120 GB സ്റ്റോറേജും 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും. ഇവിടെ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുക. ഇനി OSൻ്റെ കാര്യം പറയുക നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതുണ്ടല്ലേ, പവർ മാരത്തൺ മോഡ് ഉണ്ട്, അഡീഷണൽ ബാറ്ററി ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടി. സ്പെഷ്യൽ ഫംഗ്ഷൻസ് പോയി കഴിഞ്ഞാൽ ലൈറ്റിംഗ്, മൾട്ടി വിൻഡോ, മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, അതായത് ഇൻക്രീസ് റാം ചെയ്യാനുള്ള ഓപ്ഷനാണ്. 3 GB, നമുക്ക് ആക്ച്വലി 5 GB വരെ അഡീഷണൽ വെർച്വൽ റാം ഓപ്ഷൻ ഉണ്ട്. സ്മാർട്ട് പാനൽ, സോഷ്യൽ ടർബോ, ഗെയിം മോഡ്, എക്സ്ക്ലോൺ മോഡ്, ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കിഡ്സ് മോഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എല്ലാ തവണത്തെ പോലെ തന്നെ ഇത്തവണ ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഒരുപാട് ബ്ലോട്ട് വേസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പ്രോബ്ലി ഇൻഫിനിക്സ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബ്ലോട്ട് വേസ് ഷിപ്പ് ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ബ്രാൻഡിനോട് ഇത്രയധികം ബ്ലോട്ട് വേസ് ഷിപ്പ് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ ഇത്തവണ കുറച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. എങ്കിലും ഒരുപാട് അൺവാണ്ടഡ് ബ്ലോട്ട് വേസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് UI കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്തൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 50 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ 2K റെസൊല്യൂഷൻ ഉണ്ട്, അതായത് 1440p റെസൊല്യൂഷൻ ഉണ്ട്, 1080p റെസൊല്യൂഷൻ ഉണ്ട്, 720p റെസൊല്യൂഷനും ഇൻക്ലൂഡഡ് ആണ്. AI ക്യാമറ, ഷോർട്ട് വീഡിയോ, ബ്യൂട്ടി മോഡ്, പോർട്രേറ്റ്, സൂപ്പർ നൈറ്റ് മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറ എക്സ്പീരിയൻസ് പറയുക. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം ഇൻഫിനിക്സ് നോട്ട് 12 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ക്യാമറ സാമ്പിൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ക്യാമറ എത്രത്തോളം നല്ലതാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. എങ്കിലും നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻസിൽ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ 33 വാട്ട് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടേണ്ടതാണ്. ഒരു 1-1.5 ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫാണ്. ഇതിന് ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 33 വാട്ട് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് കിട്ടുന്നത് ഹീലിയോന് G88 ചിപ്പാണ്. കുഴപ്പമില്ലാത്തൊരു മിഡ് റേഞ്ച്, എൻട്രി ലെവൽ ടു മിഡ് റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഒരു ചിപ്പാണ് ഹീലിയോ G88.
അതിനകത്ത് കൊടുത്തിരിക്കുന്നത് 4GB റാമും 6GB റാമും ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബേസിക് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 64GB 128GB ആണ് സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് നോട്ട് 12ൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11,999, 4+64GB സ്റ്റോറേജ്, 6+128GB സ്റ്റോറേജിന് 12,999 ഇതാണ് വില. അപ്പോൾ ഈ വില നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഫിനിക്സ് നോട്ട് 12ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് to see you in our next video. Have a great day.